തഫ്സീറുൽ കബീർ ഇമാം റാസി രേഖപ്പെടുത്തി. എടുത്തു നോക്ക്, അവിടെ എടുത്തു നോക്ക്. മഹാനായ ഇമാം തഫ്സീറുൽ കബീർ ഇമാം റാസി എടുത്തു നോക്ക്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കസാഹു ജിബ്രീൽ ഇബ്രാഹിം. ഇത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ പറയും സയ്യിദ്നാ ജിബ്രീൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞവരിൽ നമ്മളൊക്കെ പെടുത്തട്ടെ. ഞാൻ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ വയറു പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയാവുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ആദരവ് തീരാത്ത വലിയ മഹാനാണ് സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു തആല അവരോട് കൂടെ നമ്മെ ചേർക്കട്ടെ. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കും എന്നാണ് മുഅ്മിനീങ്ങളുടെ കൂലിയെ പറ്റി അല്ലാഹു പറയുന്ന മഹത്വം. അതാണ് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബ. ഇത് പഠിപ്പിക്കാനാണ് ഖുർആൻ സ്റ്റഡി സെന്റർ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഖുർആൻ പഠിക്കൽ. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ എന്ന പേരിൽ നീ പലതും പഠിക്കുന്നു. ലോകത്തെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ മുഴുവനും കാഫിറാണെന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാൻ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് കത്തയച്ചു. ലോകത്തെ 99% മുസ്ലിമീങ്ങൾ കാഫിറാണ്. എൻ്റെ വീട്ടിൽ ഒരാൾ കത്തയച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓൻ പഠിപ്പിച്ചവനാണ് പഠിപ്പിക്കണവനുമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ ഭ്രാന്തന്മാരെ പിന്നാലെ കൂടണ്ട, ഇതിന്റെ പിന്നാലെ കൂടിക്കോ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ ഉപ്പായമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫകസാഹു ഇബ്നഹു ഇസ്ഹാഖ. ഈ കുപ്പായം തന്റെ സ്ഥാന വസ്ത്രമായി, ബറക്കത്തിന്റെ വസ്ത്രമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഈ കുപ്പായം മഹാനായ സയ്യിദുനാ ഇബ്രാഹിം ഈ കുപ്പായം ഇസ്ഹാഖ് നബിക്ക് നൽകി. ഫകസാഹു ഇസ്ഹാഖു യാഖൂബ. ആ കുപ്പായം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാഖൂബ് നബിക്ക് നൽകി. ഫകസാഹു യാഖൂബ് യൂസുഫ. ഈ കുപ്പായം മഹാനായ സയ്യിദുനാ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ യൂസുഫിന് നൽകി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ കുപ്പായത്തിലാണ് കിണറ്റിലിട്ടിട്ടുള്ളത്. എന്തും നഷ്ടപ്പെട്ടിട്ടും ആ കുപ്പായം മഹാനായ യൂസുഫ് നബി നഷ്ടപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? അത് തമാശന്റെ കുപ്പായല്ല, അത് ആസാറുൽ ഖുദമാ ആണ്. എവിടെ മുൻഗാമികളെ എറിഞ്ഞോ അത് നീ തകർന്നു. അതാണ് ജോർജ് ബുഷിനെ പോലുള്ള തമ്മാടികൾ മുസ്ലിം ലോകങ്ങളിലേക്ക് കയറാനുള്ള കാരണം. ആസാറുൽ ഖുദമാനെ നശിപ്പിച്ചതാണ്. ആരോടാണ് നശിപ്പിച്ചത്? ഇത് റഹ്മത്തുള്ള നാലാളെ കണ്ടു പറയല്ല, റഹ്മത്തുള്ള ഖൽബുകൊണ്ട് പറയാ. മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ വരാൻ കാരണം ആസാറുൽ ഖുദമാനെ ചവിട്ടി നശിപ്പിച്ചതാണ്. ജന്നത്തുൽ ബഖീഇന്റെ പരിശുദ്ധമായ ഖബറുകൾ തട്ടി നിരത്തിയ അന്ന് തുടങ്ങിയതാണ് നിന്റെ നാശം. അത് അവസാനിക്കുകയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ആരായിരുന്നു ആ മഹാന്മാർ? ആരായിരുന്നു അവർ? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. വിഡ്ഢിയായ മനുഷ്യ, ആയിരക്കണക്കായ കൊല്ലം ഈ മഖ്ബറകൾ കുബ്ബകളോടുകൂടെ നിന്നെക്കാളും വലിയ സ്വാലിഹീങ്ങളുള്ള കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടല്ലോ. അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. 20-ാം നൂറ്റാണ്ടിൽ വിഡ്ഢിയായ നീയല്ലേ ചെയ്തത്? ആരാ നേതാവ്? നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ആരിഫീങ്ങളായ മുൻഗാമികൾ ആ കുബ്ബകളെ നിലനിർത്തിയില്ലേ മനുഷ്യ? നീ തന്നെയാണ് അക്രമികളുടെ രാജാവ്. നീ മാത്രമാണ്. ഇത് മടക്കിക്കൊണ്ടൊരാടെ ജോർജ് ബുഷ് നാട്ടാൻ നിനക്ക് കഴിയൂല. എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. എന്റെ പ്രസംഗം സൗദി സർക്കാരിനെതിരല്ല, ബോധത്തിന് വേണ്ടിയാവുന്നു. ഒരിക്കലും ഞാൻ തമാശ പറയുകയല്ല. വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ നൽകട്ടെ. ഉർബിയാക്കൾ ഞങ്ങളിലേക്ക് കയറാൻ, അല്ലെങ്കിൽ മറുപടി പറ. സ്വാലിഹീങ്ങളായ ലക്ഷക്കണക്കായ ആളുകൾ ഭൂമിയിൽ വന്നു. അവരൊക്കെ അതിലൂടെ കടന്നുപോയി. ആരും അതിനെ നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആരും അതിനെ എതിർത്തിട്ടില്ല. പിന്നെന്തേ? അതെന്നെ വളരെ ചിന്തിക്കണം. തമാശ പറയല്ല ഞാൻ. ഇത് തമാശ. എവിടെ തകർത്തോ? നോക്കൂ നിങ്ങൾ. ഹൽ അതാക ഹദീസ് മൂസ ഇദ് നദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. പരിശുദ്ധ താഴ്വരയിൽ വെച്ച് സയ്യിദുനാ മൂസ
ഉറക്കെ പറയേ സയ്യിദുനാ മൂസ. അങ്ങനെയല്ലേ പറഞ്ഞു, പരിശുദ്ധ താഴ്വരയിൽ വെച്ച് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചു. പരിശുദ്ധിയുടെ കാരണം തഫ്സീറുൽ കബീർ ഒരുപാട് കാരണം പറയുന്നുണ്ട്. ഒരു വിഷയത്തിന് ഒരുപാട് കാരണം പറഞ്ഞാൽ എല്ലാം കാരണമാവും. അങ്ങനെ ഒരുപാട് കാരണം പറയും. അബൂലഹബിന്റെ കൈകൾ നശിക്കാൻ ലഅനത്തുല്ലാഹി അലൈഹി ഖുർആൻ തഫ്സീറിൽ ഇബ്നു ബഹുമാനപ്പെട്ട ഇമാം റാസി 16 കാരണം പറയുന്നു. ഒക്കെ കാരണമാണ്, എല്ലാം കാരണമാണ്, എല്ലാം കാരണം. പരിശുദ്ധമായ താഴ്വരാനാണ് സീനായ് കുന്നിനെ പറ്റി പറഞ്ഞത്. എൻ്റെ സീനായ് കുന്ന് മണ്ണല്ലേ, എൻ്റെ ഈ മണ്ണിനെ കുറിച്ച് പരിശുദ്ധ താഴ്വരാൻ പറഞ്ഞു. അവിടെ തഫ്സീറുൽ കബീർ എടുത്തു നോക്ക്, അവിടെ 70-ലേറെ അമ്പിയാക്കന്മാർ ആടുമേച്ച് നടന്നവരാണ്. 70-ലേറെ അമ്പിയാക്കന്മാർ അതിൽ ആടുമേച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് അള്ളാഹു തആല താഴ്വരക്ക് നിങ്ങൾക്ക് മനസ്സിലായോ, അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണിന് പിന്നെ അള്ളാഹു തആല വാദുൽ മുഖദ്ദസ് എന്ന് പേര് വെച്ചു. ചിന്തിക്കണം. അവിടെ എടുത്ത് നോക്ക്, എൻ്റെ വകയല്ല, അവിടെ എടുത്ത് നോക്ക്. ആഥാറുൽ ഖുദമാഇനെ നശിപ്പിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ തകർന്നു, ഇനിയും തകരും. അള്ളാഹു ഇതിന് മടങ്ങി വരാതെ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുകയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത് ഉറക്കെ പറയും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആഥാറുൽ ഖുദമാഇല്ലേ, ഇതേക്കുറിച്ച് കോഴിക്കോട്ടെ ഓഫീസുകളുടെ വീക്ഷണം എന്താണ് പറയട്ടെ ഇവർ. ഇനി ഞാൻ പറയുന്ന ഈ ഹദീസുകളിൽ കോഴിക്കോട്ടെ ഓഫീസിന്റെ വീക്ഷണം എന്താ? ഇവരെ ഭാഷയിൽ ഈ മുശ്രിക്കല്ലേ ഹബീബായ മുഹമ്മദ് നബി. ഈ ഇതിനെ കുറിച്ച് നിങ്ങളെ വീക്ഷണം എന്താ പറയൂ. عن جابر عن أنس قال إن النبي എല്ലാവരും ശ്രദ്ധിക്കണം. ഹബീബായ നബി ഹജ്ജിന്റെ വേളയാണ്. ഹബീബായ നബി മിനയിലേക്ക് വന്നു. എന്നിട്ട് ഫഅതൽ ജംറത, ജംറയുടെ അരികിൽ ചെന്നു. ഫറമാഹാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ അലൈഹി. ഇതിന് മറുപടി പറയാൻ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഇതിന് മറുപടി കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. അത് നിന്റെ അസ്ല് പൊളിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വന്നു. എന്നിട്ട് ജംറയെ എറിഞ്ഞു. സുമ്മ അതാ മൻസിലഹു, എന്ന് തന്റെ റൂമിൽ പോയി, ടെന്റിൽ പോയി. എന്നിട്ട് വനഹറ നുസുകഹു, ഹബീബായ നബി തന്റെ ആടിനെ അറുത്തു. വദഅൽ ഹലാഖ, എന്നിട്ട് ബാർബറെ വിളിച്ചു. എന്നിട്ട് വനാവലൽ ഹലാഖ ശിഖഹുൽ ഐമൻ. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും ഒപ്പം പോരണം. ഈ ഹദീസ് മനസ്സിലാക്കണം. ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖ അലൈഹി. റസൂലുള്ളാഹി ഹജ്ജിന്റെ വേളയാണ്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ വേളയാ. വന്നിട്ട് ടെന്റിൽ മിനയിൽ വന്നു. എന്നിട്ട് ജംറ എറിഞ്ഞു. എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു. എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? മുടി കളഞ്ഞിട്ടില്ല, കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു. ശിഖഹുൽ ഐമൻ, സുന്നത്തായ കാര്യമാണ്. സുന്നത്തായ കാര്യമാണ് എന്ത്? വലഭാഗം കാണിച്ചു കൊടുക്കാൻ. ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാം. അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹല്ലഖഹു, ആ ബാർബർ വലഭാഗം വടിച്ചു. വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബായ നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു. മുസ്തഫ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു. ശ്രദ്ധിക്കണം, ആ മുടിയാണ് മനസ്സിലാക്കണം കേട്ടോ, വലിച്ചെറിയാനല്ല. എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം. കൊടുത്തു. പിന്നെ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു.